നമസ്കാരം. രാജ്യത്ത് ഇന്നലെ സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ പകുതിയോളവും കേരളത്തിലാണ്. 200 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. 3096 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. നിലവിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അതേസമയം കോവിഡ് വർദ്ധിക്കുന്നവരുടെ എണ്ണത്തിൽ ചെറിയ വർധനവും വന്നിട്ടുണ്ട്. കേരളത്തിലെ കോവിഡ് വ്യാപനം സംസ്ഥാന സർക്കാർ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. പ്രധാനമായും JN1 വകഭേദമടക്കം സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായിട്ടുള്ള നിരീക്ഷണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി. എന്നാൽ കേരളത്തിൽ ഇതുവരെ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആശുപത്രികളിലൊക്കെ എത്തുമ്പോൾ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ക്രിസ്മസ് അവധിക്കാലം കഴിയുന്നതോടെ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടമായി നടക്കുന്ന പരിപാടികളിലൊക്കെ മാസ്ക് ധരിച്ച് ആളുകൾ സ്വയം ഒരു പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന അഭിപ്രായവും പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ ജാഗ്രത പുലർത്തണം. അതുപോലെ ബന്ധുവീട് സന്ദർശനവും കൂട്ടായ്മയൊക്കെ നടക്കുന്ന സമയമാണ്. മറ്റുള്ള വീടുകൾ സന്ദർശിക്കുമ്പോൾ ക്യാൻസർ രോഗമുള്ളവർ, കരൾ രോഗമുള്ളവർ, പ്രായമായവർ, അതായത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളെയൊക്കെ സന്ദർശിക്കുമ്പോൾ ഈ രോഗലക്ഷണങ്ങളുള്ളവർ, അതായത് പനിയൊക്കെ ഉള്ളവർ ഒരു അകലം പാലിക്കുന്നത് നന്നായിരിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.